നമസ്കാരം. ജീവിത പങ്കാളിയെ സംശയിക്കുന്ന മാനസികാവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് ഒരു ഭാര്യയും ഭർത്താവും കടന്നു വന്നു. അവരെൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്തത് അവരുടെ മകൻ പഠിക്കുന്ന സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആണ്. കുട്ടി പഠനത്തിൽ പിന്നോക്കാവസ്ഥ കാണിച്ചപ്പോൾ കുട്ടിയെ വിളിച്ച് സംസാരിച്ചപ്പോൾ വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഹെഡ് മിസ്ട്രസിന് കിട്ടിയത്. ആ കുട്ടിയുടെ അച്ഛൻ, അതായത് എൻ്റെ അടുത്ത് വന്ന ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി, സ്വന്തം ഭാര്യയെ സ്വന്തം മകനുമായി തെറ്റായ രീതിയിലുള്ള ബന്ധം ഉണ്ട് എന്ന് പരാമർശിച്ച് അതിൻ്റെ പുറത്ത് അമ്മയും കുഞ്ഞിനെയും ഒരേപോലെ മാനസികമായി പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. ഇത് സംശയരോഗമെന്ന് വളരെ ലളിതമായി പറയാമെങ്കിലും സാധാരണഗതിയിൽ നമ്മുടെ സമൂഹത്തിൽ ഒട്ടനേക കുടുംബങ്ങളിൽ ഇത് സമാധാനം കെടുത്തുന്ന ഒരു സാഹചര്യമാണ്, ഒരു സ്ഥിതിവിശേഷമാണ്. പങ്കാളി വിശ്വസ്തയോടെ ഇരിക്കുമ്പോൾ പോലും അങ്ങനെയല്ല. പങ്കാളി തന്നോട് അവിശ്വസ്തത കാണിക്കുന്നു, മറ്റുള്ളവരുമായി ബന്ധം പുലർത്തുന്നു, അത് അനാവശ്യ രീതിയിലേക്ക് മറികടന്നു പോകുന്നു, ഒരു പക്ഷേ സെക്ഷൽ റിലേഷൻഷിപ്പ് വരെ അവർ തമ്മിൽ ഉണ്ടാകുന്നു. ഇത്തരം ചിന്തകളാൽ മനസ്സ് വ്യഥയിൽ കടന്നുപോയി അങ്ങനെ ഡിപ്രഷൻ വരുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരാളുമായി സംശയം തോന്നാം, ചിലപ്പോൾ ഒന്നിലധികം ആളുകളുമായി സംശയം തോന്നാം. ഞാനിപ്പോൾ പരാമർശിച്ചതുപോലെ സ്വന്തം വീട്ടിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബന്ധങ്ങളുള്ള അവരുമായിട്ട് പോലും സംശയത്തിന് ഇടയാക്കുന്നു. അത് മകനാകാം, മകളാകാം, അച്ഛനാകാം, അമ്മയാകാം, അയൽപ്പക്കത്ത് താമസിക്കുന്നവരാകാം, തൊഴിലിടങ്ങളിലാകാം. ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ എവിടെയാണോ പ്രശ്നം ഉണ്ടാകുന്നത്, എവിടെയാണോ സംശയത്തിന്റെ നിഴൽ മുഴച്ചു നിൽക്കുന്നത്, അവിടെയൊക്കെയും ബന്ധങ്ങളുടെ ശിഥിലീകരണം ഉണ്ടാകും. ഉദാഹരണത്തിന് വീട്ടിലുള്ള കുടുംബാംഗങ്ങളെ സംശയിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുടുംബം തന്നെ തകർന്നു പോകുന്നു. കാരണം സ്വന്തം മകന്റെ ഭാവി നഷ്ടപ്പെടുന്നു. ഞാൻ പറഞ്ഞ ഈ കേസിൽ കുട്ടി ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിയിരുന്നു. കുട്ടിക്ക് ആത്മഹത്യാ ചിന്തകൾ വരെ വന്നിരുന്നു. കാരണം സ്വന്തം പിതാവ് തന്നെ സംശയിക്കുന്നു. പിതാവ് ഉറങ്ങാതെ രാത്രി കാലങ്ങളിൽ കഴിച്ചു കൂട്ടുന്നു. അമ്മ എന്ത് ചെയ്യുന്നു, താൻ എന്ത് ചെയ്യുന്നു എന്ന് ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പഠനത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുട്ടി വെളുപ്പാൻ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ പോലും അത് മറ്റ് കാര്യങ്ങൾക്കാണ് എന്നുള്ള തെറ്റായ ധാരണയിൽ പിതാവ് ഒപ്പം എഴുന്നേൽക്കുകയും അവനെ ഉപദ്രവിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അയൽപ്പക്കക്കാരുമായിട്ടാണ് സംശയമെങ്കിൽ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വിള്ളൽ വരുന്നു. തൊഴിലിടത്തിലാണെന്നുണ്ടെങ്കിൽ തന്റെ പങ്കാളിയെ ആ ജോലിക്ക് പറഞ്ഞയക്കുന്നതിന് വിമുഖത കാണിക്കുന്നു. അതുമാത്രമല്ല, ആ തൊഴിലിടത്തിൽ ചെന്ന് പരസ്യമായി അവരെ ആക്ഷേപിക്കത്തക്ക രീതിയിൽ ആരുമായിട്ടാണോ സംശയമുള്ളത് അവരുമായി കോർക്കുകയും അല്ലെങ്കിൽ അവരുടെ ജീവിത പങ്കാളിയോട് ചെന്നത് പറയുകയും ആ വീട്ടിലെ കുടുംബസമാധാനം കൂടി നഷ്ടപ്പെടുത്തുന്ന രീതിയിലൊക്കെയും ഇവർ പെരുമാറുന്നു. ഇങ്ങനെയുള്ളവർക്ക് ആത്മഹത്യയുടെ റിസ്ക് ഉണ്ട്, കൊലപാതകത്തിന്റെയും റിസ്ക് ഉണ്ട്. കാരണം തന്റെ ജീവിത പങ്കാളിയെ കൊന്നുകളയുന്നതിനും ആരെയാണോ ചേർത്ത് സംശയിക്കുന്നത് അവരെ കൊന്നുകളയുന്നതിനും സ്വയം ആത്മഹത്യ ചെയ്യുന്നതിനും ഒക്കെയുമുള്ള റിസ്ക് ഇത്തരം ആളുകളിൽ സാധാരണഗതിയിൽ നാം കണ്ടുവരാറുമുണ്ട്. പലപ്പോഴും ഇത്തരക്കാർ പലവിധമായ തെളിവുകൾ ശേഖരിച്ച് നമ്മളെ കാണിക്കാറുണ്ട്. വസ്ത്രത്തിലുള്ള കറകൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ മുടിയോ അല്ലെങ്കിൽ പുതിയ പെർഫ്യൂമിന്റെ മണമോ ഒക്കെയും ഇവരെ അധികം സംശയ നിഴലിൽ ആഴ്ത്താറുണ്ട്. ഇത്തരം തെളിവുകളൊക്കെയും അവർ ഹാജരാക്കാറുമുണ്ട്. കുടുംബാംഗങ്ങൾക്ക് പോലും സംശയം തോന്നത്തക്ക രീതിയിൽ പലപ്പോഴും കൺവിൻസിംഗ് ആയിട്ടുള്ള കഥകളായിരിക്കും അവർ മെനഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്ത് വരിക. അപ്പോൾ തുടക്കത്തിൽ ഈ പങ്കാളിയെ ബാക്കിയുള്ളവർ കൂടെ സംശയിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കും കാര്യങ്ങൾ വരുന്നത്. പക്ഷെ പോകെ പോകെ ഇതൊരു സംശയരോഗമാണ് എന്നുള്ള നിലയിൽ കാര്യങ്ങൾ അവസാനിക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ ഒരു മനോരോഗ വിദഗ്ധന്റെ സേവനം തേടുക സാധാരണഗതിയിൽ പതിവ്. ഇത്തരം ആൾക്കാർ തുടക്കത്തിൽ അവരുടെ സ്വന്തം ഭവനത്തിൽ മാത്രമായിരിക്കും പ്രശ്നകാരികളാകുക. ഈ സംശയം പുറത്തേക്ക് പോകാൻ സാധ്യതയില്ല. പക്ഷെ ദിവസങ്ങൾ കഴിയുമ്പോൾ, മാസങ്ങൾ കഴിയുമ്പോൾ, വർഷങ്ങൾ കഴിയുമ്പോൾ അത് തൊഴിലിടത്തിലോ അല്ലെങ്കിൽ മറ്റ് എവിടെയാണോ ആ വ്യക്തി ഇടപെടുന്നത് അവിടെയൊക്കെയും തന്നെ പ്രശ്നകാരികളാകാനുള്ള സാധ്യതയുണ്ട്. ഇത്തരക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മനോരോഗ വിദഗ്ധന്റെ സേവനം തേടേണ്ടത് ആവശ്യമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കുടുംബ തകർച്ച ഒന്നായിരിക്കത്തില്ല, ഒരുപക്ഷെ ഒന്നിൽ അധികം കുടുംബ തകർച്ചയ്ക്ക് നാം സാക്ഷ്യം വഹിക്കേണ്ടതായ അവസ്ഥയുണ്ടാകും. നന്ദി.